കാരണം അത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നൊരു ഫാക്റ്റാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ വിശാലമായി ചർച്ച ചെയ്യണം. നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകരുടെ കോൺക്ലേവുകളൊക്കെ കൈപ്പാങ്ങുകൊണ്ട് തീർത്തു തരുന്നവരുടെ മുമ്പിൽ ഭയക്കുന്നവരല്ലല്ലോ നിങ്ങളെപ്പോലുള്ള ആളുകൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്നും മാധ്യമപ്രവർത്തകരാവുകയും തുറന്നു പറയുകയും ചെയ്യില്ലല്ലോ. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തികൾക്കെതിരെയൊക്കെ നിങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ നിങ്ങൾ ആഴ്ന്നിറങ്ങി ചെന്നിട്ടുണ്ട്. വ്യാജ ID കാർഡിൻ്റെ വിഷയം പുറത്ത് കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഒരുത്തനെ കൊന്നുകളയാമെന്ന് കരുതിയാൽ അങ്ങനെയാണെങ്കിൽ ഈ സമൂഹത്തിൽ നമുക്ക് ആർക്കും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പീക്കിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ജാതി രാഷ്ട്രീയം ഭരിക്കുന്ന, അല്ലെങ്കിൽ ജാതിയുടെ ഒരു ബാക്കപ്പ് അത് പുറത്ത് പറഞ്ഞിരുന്നില്ല. മാധ്യമങ്ങളിലൊന്നും ഇത് പുറത്ത് പറഞ്ഞിരുന്നില്ല, മാധ്യമങ്ങളൊന്നും ഇത് പുറത്ത് കൊണ്ടുവന്നിരുന്നില്ല. അവിടെയൊക്കെ ധാർമ്മിക രാഷ്ട്രീയവും അധികാര രാഷ്ട്രീയവും ധാർമ്മിക രാഷ്ട്രീയവും അധികാര രാഷ്ട്രീയവും തമ്മിലൊരു കളിയായിരുന്നു. അതിൻ്റെ പുറകിലൂടെ ഭംഗിയായി ഓടിക്കൊണ്ടിരുന്നത്. അത് ഇന്നലെ തുടങ്ങിയതല്ല കേട്ടോ, വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. BJP അതൊക്കെ കൃത്യമായിട്ട് പറയാറുണ്ട് കേരളത്തിൽ. ആ പിന്നിലൂടെ പോയിരുന്ന സാധനം പതുക്കെ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മറ നീക്കി പുറത്തു വരുന്നത് വളരെ ആപത്താണ്. കാരണം അത് നാളെ ഉണ്ടാക്കാൻ പോകുന്ന അനുകരണങ്ങൾ എന്ന് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാവുന്ന തമ്മിൽ തല്ലുകളും വഴക്കുകളും മടികളും ബഹളങ്ങളും കൃത്യമായിട്ടുള്ള ഒരു ശൈലിയാണ് ഉണ്ടാക്കുക. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചേലക്കരയും പാലക്കാടും വയനാടും ചർച്ച ചെയ്യും. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ബഹുമാനനായിട്ടുള്ള ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ്റെ മീറ്റിൻ്റെ അടുത്തുള്ള അദ്ദേഹം എന്താണ് പറഞ്ഞത്? ബാലകൃഷ്ണന് വോട്ട് ചെയ്യുന്ന ഒരു വേസ്റ്റാണ് എന്നാണ് അദ്ദേഹം ഒരിക്കൽ അഭിപ്രായപ്പെട്ടത്. മാധ്യമത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ നമ്മൾ ഒരു വിമർശനമായിട്ട് കാണുന്നു. അദ്ദേഹം പറഞ്ഞു ബാലകൃഷ്ണന് വോട്ട് ചെയ്യുന്ന ഒരു വേസ്റ്റാണ്, ബാലകൃഷ്ണൻ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ റീഡിങ് അങ്ങനെ ഫ്ലോറിലിരുന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ബാലകൃഷ്ണൻ വേസ്റ്റ് ആയിരുന്നോ? ബാലകൃഷ്ണൻ്റെ വോട്ട് ചെയ്തത് ബാലകൃഷ്ണൻ ദുർബലനായിരുന്നു. അപ്പോൾ ബാലകൃഷ്ണൻ ദുർബലനാണ് എന്നും വേസ്റ്റാണ് എന്നും തോന്നിപ്പിക്കുന്ന രീതിയിലുണ്ടായിട്ടുള്ള ആ ഒരു പ്രവർത്തന ശൈലി അടക്കമുള്ള കാര്യത്തിൽ നമ്മൾ ചോദ്യം ചെയ്യണം. ബാലകൃഷ്ണൻ ദുർബലനായിരുന്നില്ല, ബാലകൃഷ്ണൻ വേസ്റ്റ് ആയിരുന്നില്ല, ബാലകൃഷ്ണന് വോട്ട് ചെയ്യുന്നവർ അവരുടെ വോട്ട് വേസ്റ്റായി എന്നുള്ള ഫീലിങ്ങും അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് BJP കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഈ സമൂഹത്തിൽ എത്തിപ്പെടുത്തുന്നില്ല. ആര് കാരണം? MLA കാരണം. ആരാണ് MLA ആയിരുന്നത്? K. രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തേണ്ട പ്രവർത്തികൾ അദ്ദേഹം മൗനം പാലിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് BJP ജനങ്ങളുമായി സംബന്ധിച്ചതും BJPക്ക് അവിടെ 10,000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചതും. അവിടെ മാധ്യമ റിപ്പോർട്ടുകൾ അടക്കുന്ന നിങ്ങളുടെ മിഡ് എഡിറ്റേഴ്സിൽ പോലും അദ്ദേഹത്തിന് തെറ്റുപറ്റി. അദ്ദേഹം പറഞ്ഞതൊക്കെ 100% തെറ്റായിരുന്നു. ജനങ്ങൾ ബാലകൃഷ്ണന് കൃത്യമായിട്ടുള്ള വോട്ടുകൾ കൊടുത്തു. പാലക്കാട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ലേ ഉല്ലാസ് ബാബു? താങ്കൾക്കടക്കം ഒരുപക്ഷെ അത് ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. അതായിരിക്കില്ലേ മുനിസിപ്പാലിറ്റി 4,000-ലേറെ വോട്ടിന്റെ ആനുകൂല്യം കോൺഗ്രസിന് കൊടുത്തത്? അരുൺകുമാർജി വണ്ടി ചേലക്കര എത്തിയിട്ടുള്ളത് പാലക്കാട്ടേക്ക് തിരിക്കുന്നു. അതായത് പാലക്കാട് അരുൺകുമാർജി ഞാനും അടക്കം നിരവധി കാര്യങ്ങൾ പാലക്കാടിൻ്റെ മുനിസിപ്പാലിറ്റി വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പോഴൊക്കെ ഞാൻ എപ്പോഴും സ്ഥിരം പറയാറുള്ളതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വയാർജിത ഫണ്ട് വെട്ടിക്കുറച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് വികസനം ചെയ്യാൻ സാധിച്ചിട്ടില്ല, ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല എന്നൊരു വികാരം അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ജനങ്ങൾക്കുണ്ടായിട്ടുണ്ടാവാം. നമ്മളത് പരിശോധിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ അതിനകത്ത് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ആ കണക്കിൽ എത്ര കിട്ടി, ഈ കണക്കിൽ എത്ര കിട്ടി എന്നുള്ളതിലല്ല. നിലവിലെ കണക്കുകളിൽ ഞങ്ങൾക്ക് വോട്ട് വ്യത്യാസം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തം എന്നുള്ളത് കൊണ്ട് തന്നെ കൂട്ടുത്തരവാദിത്തത്തോടെ കൃത്യമായിട്ട് പരിഹരിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ അവിടെയൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാലക്കാടും ഇതേപോലെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ റിലീജിയസ് പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നു. അവിടെ മതരാഷ്ട്രീയത്തെ കൂടുതൽ പ്ലേസ് ചെയ്യിക്കുന്നു. അതിന് രാഷ്ട്രീയപരമായിട്ട് മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്നത് ആപത്കരമായിട്ടുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. നമ്മൾ 5 മിനിറ്റ് നേരം 4 മിനിറ്റ് നേരം 10 മിനിറ്റ് നേരം ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ യഥാർത്ഥ കാര്യങ്ങൾ മറക്കി പുറത്തു നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. റോഷി ബാലൻ്റെ വിഷയത്തിലേക്ക് ആ വിഷയം വന്നപ്പോഴാണ് സത്യത്തിൽ ഇന്ന് നിങ്ങൾക്കും ആ വിഷയം അതിഭീകരമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. റോഷി ബാലൻ്റെ വിഷയം വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 7 മണി മുതൽ 8 മണിയുള്ള ചർച്ചയിൽ രാജു പി നായരുമായി നടത്തിയ ചർച്ചയിൽ അരുൺകുമാർജി ഇത് സംസാരിക്കില്ലായിരുന്നു. ഈ വിഷയം ഇന്നലെ അവിടെ തീർത്ത് വിട്ടേനെ. ആ വിഷയം ഇന്നലെ തീർക്കേണ്ടതല്ല, ആ വിഷയം മിനിഞ്ഞാന്ന് വന്നതല്ല, ആ വിഷയം വർഷങ്ങളായിട്ട് ഇവിടെ നിലനിർത്തിക്കൊണ്ട് വന്നതാണ്. അത് രഹസ്യമായിട്ടായിരുന്നു ഇപ്പോൾ അത് പരസ്യമാക്കി എന്ന് പറയപ്പെടുന്നത്. പാലക്കാട് ആൻറ്റി ഇൻകംബൻസി പ്രവർത്തിച്ചിട്ടുണ്ടാവാം. ആൻറ്റി ഇൻകംബൻസി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ഒരു വർഷം അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പാഠമായിട്ട് തന്നെ അത് ഭംഗിയായിട്ട് എടുക്കും. അതിന് പോസിറ്റീവ് സപ്പോർട്ട് കൂടി എടുക്കും, ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് വയനാട്ടിൽ കേന്ദ്ര സഹായം അടക്കം വന്നില്ല എന്നുള്ള പ്രചരണം അവിടെ ജനങ്ങൾ വിശ്വസിച്ചു. നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഞാൻ
തിരിച്ചു വരാം. CPM പ്രതിനിധി അത് അരുൺകുമാർജി പറഞ്ഞത് കറക്റ്റാണ്. അരുൺകുമാർജി ഒരു കാര്യം പറഞ്ഞോട്ടെ, അങ്ങയുടെ അഭിപ്രായം ആ വരിയൊന്ന് ഞാൻ കടമെടുക്കുകയാണ് ഒരു വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. കേന്ദ്ര സഹായം വന്നില്ല എന്നുള്ള പ്രചരണം വിശ്വസിച്ചു. ആ വിശ്വസിപ്പിക്കലായിരുന്നു അഭ്യാസം എന്ന് പറയപ്പെടുന്നത്. സത്യം പറയുകയാണെങ്കിൽ അരുൺകുമാർജിക്കും കൃത്യമായിട്ട് അറിയാം. ഇവർ തന്നെ നമ്മൾ ഹൈക്കോടതി വിഷയം നമ്മൾ ചർച്ച ചെയ്തപ്പെട്ടതാണ്. 13-ാം തീയതി കൊടുത്ത കാര്യത്തിന് 20-ാം തീയതി ആകുമ്പോഴേക്കും തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞൊരു ഹർത്താൽ നടത്തുന്ന ഒരു തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിച്ചു എന്നാണ് പറയേണ്ടത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചതിയുടെയും വഞ്ചനയുടെയും പറ്റിക്കപ്പെടലിന്റെയും ഒരു വക്താക്കളായി ഇടതുപക്ഷവും വലതുപക്ഷവും മാറുമ്പോൾ ജനങ്ങൾ അവരെ പെട്ടുപോകുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.